ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനിന്നൊരു വറുത്തരച്ച ചിക്കൻ കറി വയ്ക്കാൻ പോവാണേ. അതിനായിട്ട് ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള, ഉള്ളി എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള തേങ്ങ, അതായത് ഞാനൊരു അരമുറി തേങ്ങയോളം എടുത്ത് മല്ലിയ, കരിവേപ്പിലയും ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വറുത്തെടുക്കുവാണേ. നല്ലതായിട്ടത് ഒരു ബ്രൗൺ കളർ ആവുന്നതിന് വരെ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മൺചട്ടിയിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഞാൻ മൺചട്ടി എടുത്ത് കടുക് പൊട്ടിച്ച് കരിവേപ്പിലയൊക്കെ ഇട്ട് അതിലേക്ക് ഞാൻ ഈ തേങ്ങാക്കൊത്ത് അരിഞ്ഞത് അതിൻ്റെ അകത്തിലേക്ക് ഇട്ടു. ആ തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ അതിലേക്ക് ഞാൻ തട്ടിയിട്ടിട്ടുണ്ട്. അതും കൂടി ഞാനൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കുവാണേ. ഇപ്പോൾ അതെല്ലാം കൂടെ ആ തേങ്ങാക്കൊത്തും ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അതിൽ കിടന്നൊന്ന് നന്നായിട്ട് മൂക്കണം. കണ്ടോ? ഇതിപ്പോൾ ഞാൻ വെക്കുന്നത് ഇങ്ങനെ, നിങ്ങൾക്കിഷ്ടം നിങ്ങളെങ്ങനെയാണ് വെക്കുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാമേ, എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പം കണ്ടോ, ഈ തേങ്ങാക്കൊത്തും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ചെറിയ ചൂട് വെച്ച് ചട്ടിയിൽ അതിലേക്ക് ഉള്ളി തട്ടിയിടുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, അതൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എത്രത്തോളം ആ ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ, അതനുസരിച്ച് ചേർക്കുക. ഉപ്പെല്ലാം ചേർത്ത് ഇളക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ തക്കാളിപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല തക്കാളിപ്പഴവും കൂടെ ആ ഉള്ളിക്കകത്തേക്കിട്ട് നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളർ, അതിൻ്റെ ആ പച്ച ചുവപ്പ് പോകണം. അതിൻ്റെ ആ കണ്ടോ, ഇങ്ങനെ കളർ മാറി വരുന്നത് കണ്ടോ. തക്കാളി അങ്ങ് തീരെ ചെറുതാക്കാതെ എടുക്കാം. കണ്ടോ, അതിലേക്ക് ഞാൻ ചിക്കൻ എടുത്തിട്ടു. ഇനി ആ ചിക്കനും തക്കാളി, ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ തന്നെ നമ്മൾ നോക്കണം കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആയിട്ടുണ്ടോ, അതിനകത്ത് വേണമെങ്കിൽ മസാല എന്തെങ്കിലും നിങ്ങൾക്ക് കുറവുള്ളതൊക്കെ ചേർക്കാം. ഞാൻ അന്നേക്ക് 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി, ഗരം മസാല ഒരു ചെറിയ സ്പൂണിന് ശകലം ഗരം മസാലയും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒന്ന് ആവി കയറണേ. അപ്പോൾ ഒന്ന് ആവി കയറുമ്പോൾ ഒരു ശകലം ഒന്ന് ചിക്കൻ വേവും. ചിക്കൻ ഒന്ന് വെന്ത് അതുമായിട്ടെല്ലാം ഒന്ന് ഇളകി കഴിയുമ്പോൾ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടുക. കണ്ടു, അന്നതിന് ശേഷം മാത്രമേ ഞാൻ അരപ്പ് അതിലേക്ക് ചേർക്കത്തുള്ളൂ കേട്ടോ. ചേർത്ത് ആവശ്യത്തിന് വെള്ളം, അരപ്പിനനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുക. കണ്ടോ, ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് തിളയ്ക്കാൻ വയ്ക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചിക്കൻ കറി വെന്ത് അത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം.